26 ഇല്ല, ഇതാ നമുക്ക് വേണ്ട, എനിക്ക് നിങ്ങളെ കപ്പേര വേണ്ട, ഇതാ വേണ്ടത്. അപ്പോൾ ഗൈസ് നമ്മളെ രണ്ടാമത്തെ വ്ളോഗാണ്. നമ്മൾ അനാൻഷാൻ്റെ ഒരു വീഡിയോ ഇട്ട സമയത്ത് നമുക്ക് ഒരു കമൻറ്റ് ഇട്ട് സന്തോഷത്തിൽ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സ്ഥിരം ക്യാമറമാൻ പിടിച്ചാട്ടി വാങ്ങുന്നതല്ല, ഒരു സന്തോഷം. ആ ഒരു കമൻറ്റ് കണ്ടപ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷത്തിൽ നമ്മൾ എന്താക്കുന്നത് ദൈറയുടെ തെരുവോരങ്ങളിലൂടെ രാത്രി നടക്കുകയാണ്. നമ്മളെ സ്ഥിരം ക്യാമറമാൻ നമ്മളെ കൂടെ ഉണ്ട്, അസീം അസ്ലം. ഫസ്റ്റ് നമുക്ക് അസീം അസ്ലമിൻ്റെ ഉണ്ട്. അപ്പം എന്താ നമ്മ കഴിക്കാൻ വേണ്ടി പോകുന്നു? മന്തി വേണ്ട, ലാസ്റ്റ് നമ്മള് മന്തി കഴിച്ചിട്ട് ആകെ 1 വീക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഒരു വെറൈറ്റി സാധനമുണ്ട് ഇവിടെ നൈഫില്. ഈ ഒരു നൈഫില് നമുക്ക് കിട്ടുന്ന ഒരു വെറൈറ്റി സാധനമുണ്ട്. അത് ലസ്സി എല്ലാവരും കുടിച്ചിട്ടുണ്ടാവും. ലസ്സിയുടെ കൂടെ എന്താവും, അവക്കാഡോ മിക്സ് ചെയ്യും. ആ ശരീരത്തിന് വളരെയധികം നല്ലൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ ലസ്സി വിത്ത് അവക്കാഡോ മഴയല്ല ഇങ്ങനെ ഇടയ്ക്ക് നമുക്ക് ഈ സാധനം അടിച്ചാലോ, ഈ വെറൈറ്റി സാധനം അടിച്ചാലോ? അഫ്താവേ ആ സാധനം അടിച്ചാലോ? ഫുള്ള് കിട്ടുമോ? അടിയാ ഇതാണെന്ന് അടിച്ചാലോ? ടൈം ഇത്ര ഒന്നും പോരാല്ലോ ശരിക്കും, തേങ്ങ കുറവാണ്. നമുക്ക് എന്നാലും നോക്കി നോക്കാം, സാധനം ഉണ്ടോ നോക്കി നോക്കാം. മൈക്കിൾ കുത്തിരി സ്വകാര്യം പറഞ്ഞ ആദ്യത്തെ വട്ടം. മുഹൂർത്തിന്റെ എടുത്തോളേ മറ്റേ പരസ്യത്തിൽ പുറത്തോട്ടി സാധനം ഉണ്ടോ? മറ്റേ കോക്കനറ്റിന്റെ സാധനം ഉണ്ടോ? ആ സാധനം ഉണ്ടോ? അതിനെത്ര നമ്മളെ ഇളനീറിന്റെ സാധനം? ഇളനീറിനുണ്ടോ? ഇളനീർ ഷെയ്ക്കാ? ഇളനീർ ജ്യൂസാ? ഇളനീർ ഷെയ്ക്ക് ഉണ്ട്. ഷെയ്ക്കിന് എത്ര? 10. ജ്യൂസോ? 7. എന്തുകൊണ്ട് എന്തോ നീ തരുന്നത് എന്തു? മറ്റേ അവക്കാഡോ ലസ്സി മറ്റേ ഇവിടെ സ്പെഷ്യൽ. അതെന്ത് തേങ്ങ? അതില്ലേ തേങ്ങ ഇളനീര് ജയിക്ക് അടിക്കുന്ന? എളിനീര് എത്രയ്ക്ക്? ഇളനീരിന് എത്ര? ഇളനീര് 10 പോലും. നമുക്ക് അവക്കാഡോ ലസ്സി അടിക്കാം. അത് ടോപ്പ്. അവക്കാഡോ നമ്മളെ സാധനം സ്പെഷ്യലിന് എടുത്തോ? അവക്കാഡോ ലസ്സി ലാസ്റ്റ് നിങ്ങള് സജസ്റ്റ് ചെയ്യുന്നത്? ഓറഞ്ച് ലസ്സിയാ? അങ്ങനെയല്ല, ലസ്സിയില് ആ ലസ്സിയില് മിക്സ് ചെയ്യാൻ പറ്റിയതാണോ? അടിപൊളിയുണ്ടോ? പഴം ട്രൈ ചെയ്യുന്നോ? മാംഗോ പൈനാപ്പിളാ? അടിപൊളി ആയത് കഴിഞ്ഞ പ്രാവശ്യം. സെലീങ്ക 1.2 മില്യൺ. എടാ നമുക്കൊരു ദിവസം ആവും, നമ്മളൊരു ദിവസം അനാൻഷാനെ പോലെല്ലാം ആവും. പൈസ കൊടുക്കണ്ട് അങ്ങനത്തെ ഒരു ടോക്ക് ഇല്ല. നമുക്ക് നമ്മളെ ക്യാമറമാൻ ഒന്നും ഒരു മുഖം കാണിക്കണം, അല്ലാണ്ട് ഒരു നമുക്ക് രസമുണ്ട്. ക്യാമറമാൻ്റെ അത് തിളക്കം, ഒരു ലുക്ക്. ക്യാമറമാന്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വധുവിനെ നോക്കുന്നുണ്ട്. അപ്പം ആരെങ്കിലും ഉണ്ടവര് കമന്റ് ചെയ്യുക, പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും കമന്റ്. എന്താ ഡിമാൻഡ് എന്താ പറയുന്നത്? ഡിമാൻഡ് ഒന്നും ഇല്ല. എന്ത് എന്റെ ഡിമാൻഡ് എന്താ? പെണ്ണായോ മതി. ബ്ലഷ് അടിക്കുന്ന എനിക്കൊരു ഏതൊരു പെണ്ണിന് ഇഷ്ടാന്ന് പറഞ്ഞോ? അങ്ങനെയൊന്നും ഇല്ലപ്പാ, അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടോ ഇല്ല. റെഡിയാവും. അങ്ങനെ കൊറേ ആള് വരുന്നേ, ഞാനിങ്ങനെ മൈൻഡ് ആക്കാൻ നിൽക്കണ്ട.
ആക്സെപ്റ്റ് ചെയ്യല്ല അല്ലേ? അതായത് മൈക്കില്ലാണ്ട് ഇങ്ങനെയാണോ മൈക്ക് കൊടുക്കണത്? എന്ത് പിന്നെ കൊറേ പ്രപ്പോസൽസ് അസീമിന് വരുന്ന പറയുന്നു. കൊറേ ആള് വരുന്നതാ, പക്ഷെ ഞാനൊന്നും മൈൻഡ് ആക്കാനേ നിക്കല്ല. എനിക്ക് തലസ്ഥാനത്ത് നിന്ന് വന്നൊന്നും ഒരു റിപ്പോർട്ട് കിട്ടിയത്. തലസ്ഥാനം എല്ലാ ജില്ലയിൽ നിന്ന് ഓരോരാള് വരുന്നുണ്ട്. 14 ആളല്ലേ വരുന്നത്. 14 ആളെ അങ്ങനെ ക്യൂ ഒന്നും ചെയ്തില്ല. അക്സെപ്റ്റ് ആക്കലേ ഇല്ലടാ. അക്സെപ്റ്റ് ആക്കില്ല. ഇത് ഇൻസ്റ്റാഗ്രാം ഐഡി എന്താ പറയുന്നു? ഇൻസ്റ്റാഗ്രാം ഐഡി അസീം അസ്ലം. അല്ല, നിനക്ക് എത്ര വയസ്സ്? നിനക്ക് എത്ര വയസ്സ്? 27. നമ്മള് ശരിക്കും പറഞ്ഞാല് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് നമ്മള് ഒരു വിവാഹം കഴിക്കാന്ന് പറയുമ്പോ അത്ര എളുപ്പമില്ല പരിപാടിയല്ല. കൊറേ ആലോചിക്കാനുണ്ട്. കൊറേ അതായത് ഒരു വിവാഹം കഴിക്കണം എന്നുണ്ടെങ്കിൽ കൊറേ പ്രശ്നങ്ങളുണ്ടാവും. ഓരോരോ കല്യാണത്തിന് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞാണ്. നമ്മളൊരു ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റ് എനിക്ക് ഓർമ്മയില്ല. ഓനെ ഒരു എൻഗേജ്മെന്റിന് എത്ര പൈസ പൊട്ടിച്ചറിയാം? ഇത് വേറെ, അത് എന്റെ ഫ്രണ്ട്, അതെന്റെ ചങ്ങായി. ഇതെന്റെ ഫ്രണ്ട്. എന്റെ ചങ്ങായി മുമ്പ് ഇതേപോലെ ഒരു പെണ്ണെ സ്നേഹിച്ചിട്ട്, അത് എനിക്കറിയില്ല, നമ്മളെ ചങ്ങായി ഒരു പെണ്ണെ സ്നേഹിച്ചിട്ട് ആ പെണ്ണ ചെക്കനെ അയ്യോ ഒന്നും പറയണ്ട മോനെ. പെണ്ണിന്റെ പേരില് എൻഗേജ്മെന്റിന് മാത്രം നമ്മളൊരു ഫ്രണ്ട്, ചങ്ങായി അല്ല, ചങ്ങായി എന്ന് പറയുമ്പോ മറ്റേതായി ഫ്രണ്ട്. എൻഗേജ്മെന്റിന് എത്ര പൈസ പൊട്ടിച്ചെന്ന് അറിയാം? എന്നിട്ടെന്ത് ഒന്നുമായിട്ട് പിന്നെ നേരെ മറിച്ച് വേറൊരു പൊട്ടനുണ്ടായി. നമ്മളെ ഫ്രണ്ട് വേറൊരു പൊട്ടനുണ്ട്. ഓൻ എൻഗേജ്മെന്റ് ഞാനോട് ചോദിച്ചു, എടാ നീ എന്തിനാ തന്നെ എൻഗേജ്മെന്റിന് വിളിക്കാനാ? ഇല്ല കാര്യം പറഞ്ഞൂടെ? എന്റെ എൻഗേജ്മെന്റ് തന്നെ ഞാൻ രാവിലെ അറിഞ്ഞത്. അള്ളാണ് ഞാൻ നേരത്തെ ചോദിച്ചപ്പോ പറയുന്നത് എന്നോട്, നീ എന്റെ എൻഗേജ്മെന്റ് ഞാൻ എന്നെ പയ്യ അറിഞ്ഞത് എന്റെ എൻഗേജ്മെന്റിന്റെ. നമ്മൾ വലിയ പൊട്ടം കളിക്കില്ല. നീ പേര് അറിയില്ല. ചെക്കൻ അറിയും, കാണുമ്പോ അറിയും. കമന്റ് ഇടും, നീ പോടാതെ പറഞ്ഞു. പെരക്ക് നല്ല ചെക്കനാട്ടാവും. മറ്റേ ഉമ്മമാരെ സ്നേഹം പറ്റി ജീവിക്കുന്ന ചെക്കനാ ചെക്കൻ. ഉമ്മ കുഞ്ഞി പാവം ചെക്കൻ. ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും 5 മിനിറ്റ് ട്യൂബ്ലൈറ്റ് പാവാണ് ചെക്കൻ. എന്താ പറയാ, അഭിനയം. പക്ഷെ അഭിനയാണെങ്കിൽ ചിലപ്പോ അഭിനയായിരിക്കുമല്ലോ അവൻ കാണിച്ചു കൂട്ടുന്നല്ലോ. തൊപ്പിനെ പോലെ ഒന്നും ആവില്ല. തൊപ്പിയെല്ലാം ബുദ്ധി IQ 2000 ആണ് തൊപ്പിന്റെ എല്ലാം. ചിലപ്പോ പറയാൻ പറ്റൂല. അവൻ പണ്ട് പബ്ജിയുടെ ഒക്കെ കളിച്ചുകൂട്ടിയ കളിയെല്ലാം പറയണ്ടവൻ. തൊപ്പിയുടെ കൂടെ പബ്ജി കളിച്ചെന്നാ പറയും. ഇതും പബ്ജി തന്നെയാ. എടാ ഒരു പ്രായം കഴിഞ്ഞാൽ ഗെയിം കളിയെല്ലാം നിർത്തണം. 28-30 വയസ്സായിട്ടും പബ്ജിയും കളിച്ചടക്കാൻ വേണ്ടിട്ട് ഈ ഫുട്ബോൾ ഡിലീറ്റ് ആക്കി. എടാ പെസ് നമുക്ക് ഏത് അത് നല്ലൊരു തീരുമാനമാണ്. അടിപൊളിട്ടോ, അടിപൊളി. ചെക്കനും നാണ വരുന്നത്. ഹനാൻ ഷാ ഓന്റെ അനിയനിക്കും ഫ്രണ്ടിനും ഒരു വാച്ച് ഗിഫ്റ്റ് കൊടുത്ത്. അപ്പൊ അത് കൊടുത്ത സെയിൽസ്മാൻ ഇവനല്ല, പക്ഷെ അങ്ങനത്തെ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അത് വെച്ചിട്ട് വീഡിയോ ആക്കി. അതില് പറയേണ്ടത് ഹനാൻ ഷാ. ഒരാള് വീഡിയോ കണ്ട് കമന്റ് ഇട്ട് എന്താ പറയുന്നത്, നല്ല ചങ്ങായി കറന്നിട്ട് കാണുന്നല്ലോ വിളിച്ചടിക്കുന്നത്. അല്ല നേരത്തെ മുഫീദിനെ വീഡിയോ കോൾ ആക്കിയ സമയത്ത് എന്തിപ്പാ
എന്റെ ഫേസിൽ നല്ലോണം ലൈറ്റ് അടിക്കുന്നുണ്ടായി. ലൈറ്റ് അടിക്കുന്ന ഇത് മുപ്പി കാര്യമായിട്ട് മെഹറൂഫിന് ഫേസ് നല്ലോണം ഗ്ലൗ അടിക്കുന്നുണ്ട് കേട്ടാ. അല്ലാതെ ചീരിച്ചിട്ട് മെഹറൂഫിന് ഫേസ് നല്ല ഗ്ലൗ അടിക്കുന്നുണ്ട്. എന്റെ മോനെ എടാ ഇതെന്തായാലും അല്ലാണോ പറയാ ട്രൈ ആക്കാൻ വേണ്ടി സാധനം കേട്ടോ. സീനല്ലേ അതിന്റെ പേരെന്ത്? പോക്കിരി ജ്യൂസാ? പൊക്കാരി ജ്യൂസ് സംഭവം സെറ്റ് കേട്ടോ. ഡയറിയിൽ ഗോൾഡ് സൂക്കിന്റെ അടുത്ത് ചെറിയ പൈസ തുച്ഛമായി ചെറിയ പൈസക്ക് അപ്പുറം പോയ ലസ്സിക്ക് എത്ര 10 വാങ്ങുന്നത്. ഇതെന്ത് 350 നമുക്ക് എന്ത് സാധനം മിക്സ് വേണ്ട സാധനം ഇട്ടിട്ട് അടിച്ചു തരും. എന്താണെങ്കിൽ ഏത് ലസ്സി നമ്മളെ സലീം ഖാനെ പോലത്തെ ഒരു മനസ്സിലുള്ള ഒരു മനുഷ്യനാണ് നമുക്ക് സാധനം. നമ്മളിത് ഒരു ഫുഡായിട്ട് കഴിക്കുന്നൊന്നല്ല, വെറുതെ ഒരു ചില്ല് വൈബിൽ വന്ന് അടിക്കുന്നതാണ്. ഒരു അനാൻഷാന്റെ കമന്റിന് വേണ്ടിയാണ് ഞാൻ 3 ലസ്സി. അത് ചെക്കൻ പൈസ ഇറക്കി എത്ര 3 അനുസരിച്ചിട്ട് 7 നാട്ടിൽ 200 നമ്മളെ അനാൻഷാന്റെ ഒറ്റ കമന്റിന് വേണ്ടി. നാളെ ഞാൻ ഒരു കമന്റ് ഇടും, അപ്പൊ അതിന് കിട്ടണം. പിന്നെ അനാൻഷ എവിടെ കിടക്കുന്നു, നീ എവിടെ കിടക്കുന്നു? നീ ഹനുമാൻഷ ഹനുമാൻ കിണ്ട് നമ്മളെ അനാൻഷാന്നല്ലേ, നമ്മളെ അനാൻഷാണെങ്കിൽ സലീം ഖാനെല്ലാം വിളിച്ചിട്ട് നമ്മൾ റെഡിയാക്കി. ഇത് അടിപൊളിയുണ്ട്, ഇത് അടിപൊളിയുണ്ട്. അനാൻഷ ഏത് പാതിരാത്രി വീടിട്ടാലും കാണാൻ ആൾക്കാർ സമ്മതിക്കണല്ലേ. ഒരു സ്റ്റാർട്ട് ഉണ്ടാക്കി വെച്ചില്ല. അതേപോലെ തന്നെ തൊപ്പി ആദ്യം എങ്ങനെ ഉണ്ടായ എങ്ങനെയാ, ഇപ്പൊ ഒറ്റടി ഞങ്ങൾ കയറി കണ്ടിട്ട് മണിക്കൂറിലാകുന്ന പൈസ എത്ര? ഞാൻ 2 മാസം ഓൻ ആദ്യം ഇൻസൾട്ട് ആക്കിയിട്ട് ഓനെ പോലീസുകാരുണ്ടല്ലോ ആ ജീപ്പിൽ കയറ്റിട്ട് വെച്ചിട്ട് കൊണ്ടുപോയി. അതേ പോലീസുകാർ ശരിക്കും രോമാഞ്ചിഫിക്കേഷൻ ആണ്. അതേ പോലീസുകാർ ഓനിക്ക് പ്രൊട്ടക്ഷൻ ഉദ്ഘാടനത്തിന് സമയത്ത് ആ സീനൊന്നും നോക്കി. ഇവര് അടുത്ത വള്ളിയാക്കാൻ വേണ്ടിട്ട് മീഡിയക്കാരാക്കുന്ന പരിപാടി ഒന്നും അറിയാം. ഇന്ന് കണ്ടൊരു റീല്, പിന്നെ ഇവന് കാറിൽ എന്തോ മൊബൈൽ എന്തോ ഇങ്ങനെ മറ്റേ ഹാൻഡ് റെസ്റ്റിൽ വെക്കുന്നതാണ്, അതിൻ്റെ ഇടയ്ക്ക് ഗണ്ണാ വെക്കുന്ന പറഞ്ഞിട്ട്. അങ്ങനത്തെ ഒരു സീനേ ഇല്ല. വള്ളിയായിരിക്കും ഒരാൾ രക്ഷപ്പെടുന്ന കാണുമ്പോൾ ഒരാൾക്ക് കടിച്ചലായിരിക്കും. അനാൻഷ ദുബൈയിൽ വന്നിട്ട് പണി അന്വേഷിച്ചു. 2021 അസീമ മൈക്കോടുത്ത ഇത് അനാൻഷാന്റെ വ്ളോഗ് 24 മണിക്കൂർ നോക്കുന്ന ഒരുത്തൻ. ഞാനൊരു ദിവസം രാത്രി നോക്കുമ്പോൾ ഇവന് എന്നെ പുറത്തിനുള്ള ഒരേ ചിരി. ഞാൻ മറ്റേ പുതിയ ഏതെങ്കിലും ഫിലിം അടിച്ചായിരിക്കും ചിരിക്കുന്നത്. അപ്പത്തേക്ക് മെയിൻ അനാൻഷാന്റെ വ്ളോഗ് കണ്ടിട്ട് മാത്രം ചിരിക്കുന്ന ഒരുത്തൻ. അനാൻഷ പറയുമ്പോ നമ്മളതേ വയസ്സില്ല ചെക്കനിടോ, പക്ഷെ കാണുമ്പോ പിന്നെ 24 വയസ്സ് അനാൻഷാക്ക്. 24 വയസ്സാ പിന്നെ എത്ര നമ്മുടെ സ്വന്തം മാത്രം കള്ളക്കളി 24 വയസ്സില്ല അനാൻഷ. അനാൻഷാക്ക് 24 വയസ്സാ? ആര് പറഞ്ഞു? ഒരു പറഞ്ഞ് അത് ഭയങ്കരോ. ഓരോ കാര്യങ്ങൾ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അനാൻഷ ഈ വാച്ച് വാങ്ങിയ കേസ് എന്നോട് ഫസ്റ്റ് പറയുന്നവനാണ്. 2 മണിക്കൂർ വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കണ്ട, ആസിമിനോട് ചോദിക്കാം ഏത് വീഡിയോ ഒന്ന് പറഞ്ഞാടാ. നമ്മള് ജോബ് ചെയ്യുന്ന ആളാണ്, നമുക്ക് കുറെ മണിക്കൂർ പണിയല്ല, നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ശിവന് അത്ര പിന്നെ കൊറേ പൈസ ഉണ്ട്, ഫാമിലി പിന്നെ ഓൻ പണിയിലടക്കം ഇത് കാണുന്നുണ്ട്. എന്താ മുതലാളി കേൾക്കണ്ട. ഇല്ല വെറുതെ പറഞ്ഞാ എന്തായാലും ഈ സാധനം ഗോൾ സൂക്കുന്ന ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ഈ പള്ളിയുടെ അടുത്ത് തന്നെയാണ് സ്ഥലം. വീട് പുറത്തുണ്ടാവും, പുറത്ത് കണ്ടാൽ മനസ്സിലാവും നമ്മളെ നീമ്പൂ സാധനം വെക്കുന്നത്. നിങ്ങളെ ഈ ഷോപ്പിൽ തന്നെയാ പൊക്കാരി ജ്യൂസ് തന്നെയാ?
നിങ്ങൾ ഇതിന്റെ പേരെന്ത് പൊക്കാരി. ഷോപ്പിന്റെ? ആ പൊക്കാരി ജ്യൂസ് അല്ല കേട്ടോ, ദാറുസലാം തോന്നിട്ടോ, പൊക്കാരി ജ്യൂസ് അല്ല. മതി. അപ്പൊ എന്തായാലും ഒന്ന് try ആക്കി വരുമോ? ആ ക്യാരറ്റ് മാംഗോ എന്തെല്ലോ ഇട്ടിട്ട് കിട്ടും. എല്ലാവരും സപ്പോർട്ട് ആണോ? ഇനി അടുത്തതായിട്ട് എൻ്റെ വീഡിയോ അതിനനുസരിച്ചായിട്ട് സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് ഞാൻ എൻ്റെ വീഡിയോ ഒന്നും കണ്ടിട്ടാ ഞാൻ ചോദിച്ചോലെ യൂട്യൂബിൽ നിങ്ങള് ഷോപ്പിന്റെ പേര് പറഞ്ഞോ? നാളെ പോയി, നാളെ ഫുള്ള് കച്ചവടം ഫുള്ള് കച്ചവടമായിരിക്കും. ഇത് ഏത് പള്ളി, ഇതേത് പള്ളി വരുന്നു? ബോരിപ്പള്ളി ഇത്? ആ സെറൂനി മസ്ജിദിന്റെ അടുത്ത്. മെട്രോ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് ബാഗ്ദർബാറിന്റെ അടുത്ത്. വരുന്ന ആളുകൾ നോക്കിക്കോ, ഇവിടെ വന്നിട്ട് പറഞ്ഞാൽ മതി മാറു കുടിച്ച ബസ്സിന്ന് പറഞ്ഞാൽ സാധനം അടിപൊളിയാ. നമ്മള് ഇല്ല ഞാന് നിങ്ങൾ എന്റെ വീഡിയോ ഒന്നും കണ്ടിട്ടാ എന്തെങ്കിലും ഇടങ്കിലും ഇല്ലല്ലേ? അറിയില്ല. യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിലുണ്ടോ? ടിക്ടോക്ക് ഉണ്ടോ? നമ്മള് അങ്ങനെ പറയല. നമ്മള് വാച്ചിന്റെ വീഡിയോ ചെയ്യുന്ന ആളോ, ലക്ഷറി വാച്ച് അങ്ങനത്തെ ആളോ, എല്ലായിടത്തും അങ്ങനെ ഓരോ വാച്ചിന്റെ റിവ്യൂ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളും. അപ്പോൾ നിങ്ങളിപ്പോ ഒരു വാച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് ഏതാണ്? ഇത് റാഡോന്റെ 26 കൊല്ലോ. ഇതാ നമുക്ക് വേണ്ട, എനിക്ക് നിങ്ങളെ സബ്സിഡി വേണ്ട, ഇതാ വേണ്ടത്. എന്റെ മോനെ ഇത് സർവീസിന് കൊടുത്തൂടെ നിങ്ങൾക്ക്? ഇത് ഓയിസ്റ്റർ എന്നതിന്റെ പേര് ഡാസ്റ്റർ, റാഡോ ഡാസ്റ്റർ. മോനെ ഇതൊരു മാസ്റ്റർ സാധനമാണ് ഇത്. എന്ത് ജോലിക്കും കിട്ടും, വീട്ടിൽ വെച്ചാൽ വീട്ടിൽ കയറി പോകുമ്പോൾ കിട്ടും. ഇത് നിങ്ങൾ വള്ളത്തിലെല്ലാം ഇട്ടിരുന്നോന്നല്ലോ കുറെ? വള്ളത്തിലെല്ലാം ഇട്ടിരുന്നോ? ഒന്നിലും എടുക്കും. അങ്ങനെ 26 കൊല്ലം സർവീസ് ചെയ്യടാ. സർവീസ് ചെയ്യണം. ഇവിടെ റിവോളി കൊടുക്കണം. ഇതൊന്ന് മാറ്റണം. ഇവിടെ ഇപ്പൊ മാറ്റുമെന്ന് ചോദിക്കാല് ഇത് 1300 റുപ്യ. ഇത് ഇതാ ഇപ്പൊ ഇതിന്റെ പ്രൈസ് 4600 ദിർഹംസ് ഇപ്പൊ ഉണ്ട്. ആ അതെ, 4600 റുപ്യ പാലല്ലേ? അതൊക്കെറിയാം. അത് ഞാൻ 10-15 കൊല്ലം മുമ്പേ ഞാൻ മീറാജ് ഹോട്ടലില്ലേ, വിക്ടോറിയ ഹോട്ടല്, മീറാജ് ഹോട്ടല് അത് നടത്തിപ്പോയിരുന്നു ഞാൻ. ചെറിയ കട. ആ സമയത്ത് നല്ല കച്ചവടമുണ്ട്. അപ്പൊ ആടെയുള്ള ഒരാള് മേടിച്ചിട്ട് എനിക്ക് 200 റുപ്യ കുറച്ചിട്ട് 1100 തന്ന് ആടെ നമ്മളൊക്കെ കൗണ്ടറിൽ നിൽക്കുന്ന ശരിക്കാന്ന് പറഞ്ഞ ഒരു 26 കൊല്ലായിട്ട് ഒരു വാച്ച് കീപ്പ് ചെയ്യാന്ന് പറയുമ്പോ എന്റെ ഫീലിംഗ് ആണല്ലേ? ഒരു സാധനം കൂടി ഉണ്ട് എന്റെ അടുത്ത്. ഞാൻ ഇവിടെ വീഡിയോ എടുത്തിട്ട് 24 കൊല്ലായി. 24 കൊല്ലായി വീഡിയോ എടുത്തിട്ട് ഞാൻ പറഞ്ഞതായിട്ട്. അപ്പോ ഇവിടെ പിടിക്കുന്നില്ല. പിന്നെ ഞാനൊരു ബെൽറ്റ് മേടിച്ചിട്ട് ഇവിടെ കാക്കാരോട്, അതായത് 24 കൊല്ലായില്ല സംഭവം എന്റെ വാച്ചാണ്ടോ. ഇത് ഞാനിപ്പോ റീസെന്റ് ഒരു മാസമാണെന്ന് വാച്ചാണ്. പക്ഷെ അപ്പത്തേക്കന്നെ എന്റെ അടുത്ത് കുറെ പ്രാവശ്യം വീണും കാര്യങ്ങളും ചെയ്യുന്നു. അത്യാവശ്യം ചെറിയൊരു സ്ക്രാച്ച് വരുന്നുണ്ട് നമ്മളെ സ്റ്റീലിനല്ലോ, പക്ഷെ അത് പോളിഷ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ടൊർണാഡോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ 850 റംസ്. 850 അത്രയല്ലോ. അത് വാശം മാറുന്നില്ല രണ്ടായിരത്തി ആയി. പക്ഷെ അതിന്റെ ഒരു വാല്യൂ അറിയില്ല. അത് ഭയങ്കര നല്ല സാധനമാണ് അത്. ഇപ്പൊ അതിന് 4500 ദിർഹംസ്. 26 വർഷം എന്ന് പറയുമ്പോ എന്റെ മോൻ ഒരു സംഭവമാണ് കേട്ടോ അത്. അല്ല ഇങ്ങനത്തെ സാധനം നിൽക്കും കുറെ കാലം. ഇതുവരെ ഞാൻ ഒന്ന് കിട്ടുന്ന മറ്റേ ഒന്ന് റിപ്പയർ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല.
റിവോളിയിൽ അവര് കണ്ട ഒരു അവാർഡ് ഭയങ്കര സംഭവം. എനിക്ക് ഇങ്ങനത്തെ വേറെ ഒന്നും കണ്ടില്ല. എനിക്ക് വാച്ചിന്റെ സാധനം 10-26 വർഷം എനിക്കൊരു കസ്റ്റമർ 24 കൊല്ലായ ബെൽറ്റ് മൂപ്പറ ഒരു മീൻസ് നിങ്ങൾ അത്ര കെയർ ചെയ്തോണ്ടായിരിക്കും, അല്ലാണ്ടൊന്നും നടക്കൂല. അത് ഏത് ബ്രാൻഡ് ബെൽറ്റ് അങ്ങനെ ഒന്നെങ്കിലാ ഇപ്പൊ ഇല്ല, അത് പാടില്ല. ഇപ്പൊ ഉണ്ട് ഷോപ്പ്, ഇത് മട്ടൻ കട. 2 മാസം ഒരു ബെൽറ്റ് കാണാണ്ട് അതാണ്ട് നമ്മളെല്ലാം സാധനം മേടിക്കുന്ന സാധനം ഉണ്ടല്ലോ, നല്ല മേടിച്ച് കുറെ കാലം നിൽക്കും. അതൊരു നോട്ടാണ്. നമ്മളെപ്പോ വാങ്ങും പറയും കോപ്പി കീപ്പി എല്ലാം വാങ്ങുന്നത്. ഒരു ഒറിജിനൽ സാധനം വാങ്ങിയാൽ 26 കൊല്ലം കമ്പനി സാധനം നമ്മൾ മേടിക്കണേ. നമ്മൾ മേടിക്കുന്നത് 60 റുപ്യ സാധനത്തിൽ അത് 660 റുപ്യ ആയിരിക്കും. നമ്മൾ ഈ 60 റുപ്യൻ്റെതായിരിക്കും കാഴ്ചയിൽ ഉണ്ടാവുക. അത് അങ്ങനെ തന്നെ നിൽക്കും. ഈ 60 റുപ്യക്ക് മേടിച്ച് അതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയല്ലേ ഇപ്പൊ ഈ സാധനം. നമ്മളെ ആളുണ്ട് റൂമില് രാഷ്ട്രീയ ഹോസ്പിറ്റലിൽ പണിയെടുക്കുന്ന ഒരു നേഴ്സാണ്. ഒരു 10-30 കൊല്ലം നിന്ന് 55 കൊല്ലം. അപ്പൊ അയാളൊരു ചെരുപ്പ് കെട്ടിക്കും. നമ്മളിപ്പോ കടയിൽ നിന്ന് വാങ്ങുന്ന 2.5 റുപ്യ 3 റുപ്യക്ക് വാങ്ങുന്ന ചെരുപ്പ് പോലെ ഉണ്ട്. അതിന് വില ചോദിച്ചതിന് ശേഷം പറഞ്ഞ് ആ കളറൊന്നല്ല എന്നോട് പറഞ്ഞ് 130 റുപ്യ. നമ്മളാ 2 റുപ്യക്ക് മേടിക്കൂല. അയാൾ അങ്ങനത്തെ ഉപയോഗിക്കും. ഇതാണ് മനുഷ്യന്മാർ എന്ന് പറയുന്നത്. പല രീതിയിൽ മനുഷ്യന്മാരുണ്ടാവും. ഇതിങ്ങനെ കെയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാർ വേറെ, കെയർ ചെയ്ത് നിങ്ങളുടെ നാട്ടിലെവിടെ വണ്ടക്കാര. ഓ അപ്പൊ നമ്മളെത്രയും സ്റ്റാർട്ടാക്കിയില്ലേ? എടാ 26 കൊല്ലായിട്ട് ഒരു വാച്ച് യൂസ് ചെയ്യാന്ന് പറയുമ്പോണ്ടല്ലോ വൻ സീൻ കേട്ടാ. ബെൽറ്റ് 24 കൊല്ലം. എന്റെ ബെൽറ്റ് നീ എന്തിന് ഷൂ വാങ്ങുന്നത്? 1000 ചിന്തിച്ചു. ഒരാൾ 5 വർഷം യൂസ് ആക്കിയാൽ തന്നെ അതിന്റെ ഇതെങ്ങനെ ഡിവൈഡ് ചെയ്താൽ തന്നെ ബാക്കിയുള്ള ഷൂസ് നമുക്കൊരു ഏകദേശം 3 മാസം 4 മാസം ഇടുമ്പോഴേക്കും തയഞ്ഞ് കാലുവേദന തുടങ്ങി. ന്യൂസ് എല്ലാരും നോക്ക് നമ്മള് അന്യഗ്രഹ ജീവികളാ എന്തോ ഇപ്പൊ പിന്നല്ലട്ടാ വേണ്ടപ്പാ. എന്താ പറയണ്ട്. എന്നെക്കാട്ടി വയസ്സുണ്ടെന്നും പറയാ. എന്നെക്കാട്ടി വയസ്സുണ്ടെന്നും പറയാം. 40 കൊല്ല. എടാ എന്നെ കണ്ടാൽ ഇപ്പൊ സ്റ്റിൽ യങ് എന്ന് പറയുന്നത് കാണുമ്പോ 32 തോന്നിക്കുന്നെങ്കിലും ഇവന്റെ ലാസ്റ്റ് വീഡിയോ എന്താ പറഞ്ഞത്? ആണോ ഇൻഷാല്ലാ. അപ്പൊ ലാസ്റ്റ് വീഡിയോയിൽ ഇവന്റെ എന്താ ഉണ്ടായത്? മറ്റേ ഞങ്ങൾ അനാഥരാണ്, ഗുണ്ടകളല്ല. ഫുഡ് കളർ കുപ്പിയിൽ നിറച്ചിട്ട് പോകുമ്പോ ഇനി ഈ സാധനം എന്തായാലും ചീറ്റിപ്പോവും. അല്ലാ അല്ല ഞാനതാ പറയുന്നത്. നമുക്ക് ആൾക്കാർക്ക് സന്തോഷം ഉണ്ടാകുന്ന കാണുമ്പോൾ സന്തോഷം വരുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണം, എന്നാലും എന്തെങ്കിലും നടക്കും. നീ ഇങ്ങനെ വെറുതെ കത്തിക്കുത്ത് സ്ലോ മോഷന് ഓളെ സ്നേഹിച്ചിട്ട് ബ്രോ കത്തിക്കുത്ത് സ്ലോ മോഷന്. ഇനി ഇവരെല്ലാം ഇപ്പൊ ആ ഒരു മെന്റാലിറ്റി ഉണ്ടത്രല്ല. വീഡിയോ എടുക്കുന്ന ആളെ കാണുമ്പോൾ ഇതാക്കല് ചിരിക്കല്. എടാ ഇത് 2025 2026 ആവാൻ വേണ്ടി പോക്ക. എന്നിട്ട് ഇവരൊന്ന് അപ്ഡേറ്റഡ് ആയിട്ടാന്ന് പറയുമ്പോണ്ടല്ലോ അത്ഭുതാന്ന്. ഇങ്ങനത്തോണ്ട് വ്യൂസ് കിട്ടുന്നു. നമുക്ക് നോക്കാൻ ആൾക്കാരുണ്ട്. എല്ലാവരും വീഡിയോ ആക്കി പിന്നെ നോക്കുന്നവര് തീർച്ചയായിട്ടും. അപ്പോ നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ ഈ കാറിന്റെ ലൈറ്റിലേക്ക് കൂടി തന്നെ നമുക്ക് എന്താക്കാം വൈൻഡപ്പ് ചെയ്യാം. ലൈറ്റ് ഇല്ല തീരെ ക്ലിയർ ഉണ്ടോ? അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി ഞാൻ എന്റെ സ്റ്റോറി ഒന്നും ഇട്ടേക്കല്ല. എനിക്ക് മന്തി ഒന്നും വാങ്ങിക്കൊടുക്കാൻ ആവതില്ല.
പ്ലീസ് അപ്പൊ എന്താ സ്റ്റോറി അനാൻഷ ചിലപ്പോൾ ഇവിടെ അനാൻഷാക്ക് ഒന്നും വല്ല സംഭവമൊന്നുമില്ല, പക്ഷെ മന്തിയുടെ പൈസ പോകുന്നത് എൻ്റെയാണ്. ബ്ലഷാ. അപ്പൊ നമുക്ക് എന്താക്കാം, അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും വെറൈറ്റി സാധനം ആരെങ്കിലും കമന്റ് ഇടും, എന്തെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഫുഡ് ഉണ്ടെങ്കിൽ, ദൈറ ഭാഗത്തായാലും നല്ലത്, നൈഫ് ഗോൾസ് കാണാനെങ്കിൽ ഉണ്ടെങ്കിൽ വെറൈറ്റി ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഓക്കെ, ചെക്കന് വേഗം തരുന്നോണ്ട് എല്ലാവരും നല്ല അടിച്ച് കമന്റ്. മറ്റേ അക്കമ്മക്ക ഓക്കെ.